അഡിസൺസ് ഡിസീസ്. പ്രൈമറി അഡ്രിനൽ ഇൻസഫിഷ്യൻസിനെയാണ് നമ്മൾ അഡിസൺസ് ഡിസീസ് എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഒരു പത്തോളജി കാരണമുണ്ട് അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം അഡ്രിനൽ ഇൻസഫിഷ്യൻസിന് എന്ത് നടക്കും? അഡ്രിനൽ ഗ്ലാൻഡ് തീരെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായി വരുന്ന സാധനങ്ങളൊന്നും വരാണ്ടാവും. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡിന് എന്തൊക്കെ വരുന്നുണ്ട്? നമുക്കറിയാം, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് വരുന്നുണ്ട്, മിനറൽ കോർട്ടിക്കോയിഡ്സ് വരുന്നുണ്ട്, പിന്നെ സെക്സ് ഹോർമോൺസും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരുടെ കൺട്രോളിലാണ്? അഡ്രിനൽ ഗ്ലാൻഡ് ആരുടെ കൺട്രോളിലാണ്? ACTHൻ്റെ കൺട്രോളിലാണ് ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഡ്രിനൽ ഇൻസഫിഷ്യൻസി വരുമ്പോൾ എന്ത് പറ്റും? ഗ്ലാൻഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് സാധനമൊന്നും വരാണ്ടാവും. അപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വരാണ്ടായി എന്ത് പറ്റും? നമുക്ക് വീക്ക്നെസ് വരും, ഫെറ്റീഗ് വരും, വെയിറ്റ് ലോസ് വരും, അസ്തീനി വരും. അസ്തീനി എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് എനർജി. അനോറക്സി വരും, ഹൈപ്പോഗ്ലൈസീമി വരും, അതിൽ ഹൈപ്പോ ടെൻഷൻ വരും, പോസ്റ്റർ ഹൈപ്പോ ടെൻഷൻ വിത്ത് ടാക്കിക്കാർഡിയ, പിന്നെ ഹൈപ്പോനേട്രിമി വരും. ഇവിടുന്ന് ഹൈപ്പോനേട്രിമി വരിക, ഇവിടെ യൂവോളിമിക് ഹൈപ്പോനേട്രിമി വരിക. പിന്നെ നോർമോസൈറ്റിക്, നോർമോക്രോമിക് അനീമിയ വരും. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിന് അനീമിയ വരും. പിന്നെ ഇയോസിനോഫിലി വരും. അപ്പോൾ ഇത്രയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് വരാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഇനി മിനറൽ കോർട്ടിക്കോയിഡ് വരാണ്ടായി എന്ത് പറ്റും? അവിടെ ഹൈപ്പർ കലീമിയ വരും. അതിന് ആളുടെ വരുന്നില്ല, അപ്പോൾ പൊട്ടാഷ്യം കിട്ടിക്കെടുക്കാം. അപ്പോൾ ഹൈപ്പർ കലീമിയ. അസിഡോസ് വരും. ടൈപ്പ് 4 റിലേറ്റീവ് അസിഡോസ് പോലെ ഹൈപ്പർ കലീമിയ അസിഡോസിസ്. ഹൈപ്പോനേട്രിമി വരും. പിന്നെ ആളുടെ വരാണ്ടായപ്പോൾ സോഡിയം വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈപ്പോനേട്രിമി. ഇതെന്ത് ഹൈപ്പോനേട്രിമിയാണ്? ഇത് ഹൈപ്പോവോളിമിക് ഹൈപ്പോനേട്രിമിയാണ്. ഈ അസിഡോസ് കാരണം എന്ത് വരും? ബോഡിയിൽ നിന്ന് കാൽസ്യം ഇഴച്ച, അപ്പോൾ ഹൈപ്പർ കാൽസ്യമി വരും. ഫ്ലൂയിഡ് ലോസ് കാരണം എന്ത് വരും? പ്രീ റീനൽ ഫെയിലിയർ. ഇത്ര എന്ത് മിനറൽ കോർട്ടിക്കോയിഡ് വരാതാകുമ്പോൾ പ്രശ്നങ്ങൾ വരും. ഇനി സെക്സ് ഹോർമോൺസ് വരാണ്ടാകുമ്പോൾ എന്ത് പറ്റും? വിൽ ബി ഡ്രൈ ആൻഡ് അട്രോഫിക് സ്കിൻ. സ്ത്രീകളിൽ എന്ത് പറ്റും? വിൽ ബി അമനോറിയ, സെക്കൻഡറി അമനോറിയ വരും. പിന്നെ എന്താ പറയുക? ഡിക്രീസ്ഡ് ലിബിഡോ, പിന്നെ ലോസ് ഓഫ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർ. ഇത്രയാണിത് അഡ്രിനൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് വർക്ക് ചെയ്യാണ്ടാകുമ്പോൾ ഫീഡ്ബാക്ക് വന്നിട്ട് എന്ത് വരും? ACTH കൂടുതലായിട്ട് വരും. അപ്പോൾ ഇനി അടുത്തത് മാനിഫെസ്റ്റേഷൻ എന്താ? ACTH കൂടുതലുള്ള മാനിഫെസ്റ്റേഷൻ എന്തായിരിക്കും? ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും. ഇപ്പോൾ എത്ര അങ്ങനെ ഫെയർ ആയിരുന്നാലും പെട്ടെന്ന് ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം വിചാരിക്കണം ACTH കൂടി എന്ന് വിചാരിക്കണം. ഇവിടെ എന്ത് പിഗ്മെൻറ്റേഷൻ? ഓറൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൂടി കാണാം. ഓറൽ മ്യൂക്കോസൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും. ഇത്രയാണ് എന്ത് അഡ്രിനൽ ഇൻസഫിഷ്യൻസിലേക്ക് വരിക. അഡിഷണൽ ഡിസീസസ് അല്ലെങ്കിൽ പ്രൈമറിയിൽ എന്ത് പറ്റും? പ്രൈമറിയിൽ ഈ കാണുന്ന എല്ലാം വരും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കുറഞ്ഞു, മിനറൽ കോർട്ടിക്കോയിഡ് കുറഞ്ഞു, സെക്സ് സ്റ്റീറോയിഡ്സ് കുറഞ്ഞു, ACTH ഭയങ്കരമായിട്ട് കൂടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഇവിടെ കോർട്ടിസോള് കുറയുകയും ചെയ്തു, അതുപോലെ ACTH കൂടുകയും ചെയ്തു. ഇനി സെക്കൻഡറിയിൽ എന്ത് പറ്റും? സെക്കൻഡറി എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറിയുടെ കോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോസ് കൊണ്ട് അഡ്രിനൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ACTH കുറവായിരിക്കും, കാരണം പിറ്റ്യൂട്ടറിന് ACTH വരുന്നില്ല. അപ്പോൾ എന്ത് കാണിക്കും? ഇവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാണില്ല, ഓറൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ ACTHൻ്റെതായ സിംറ്റംസ് ഒന്നും കാണത്തില്ല. സെക്സ് സ്റ്റീറോയിഡ്സിൻ്റെ കാണിക്കും. ഇപ്പോൾ ഡ്രൈ നൈട്രോഫിക്സിന്, അമിനോറിയ, ഡിക്രീസ്ഡ് ലിബിഡോ ഒക്കെ ഇവിടെ കാണിക്കും. മിനറൽ കോർട്ടിക്കോയിഡ് വരുമ്പോഴോ? മിനറൽ കോർട്ടിക്കോയിഡ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് RAS അല്ലേ? അപ്പോൾ ACTHന് ഇവിടെ റോൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ മിനറൽ കോർട്ടിക്കോയിഡിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് കാണിക്കുമോ? ഒന്നും കാണിക്കില്ല.
ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കുറയോ? ഗ്ലൂക്കോകോർട്ടി വരില്ല. അപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ സെക്കൻഡറിയിൽ ഉണ്ടാവും. അപ്പോൾ പ്രൈമറി സെക്കൻഡറി എന്താ വ്യത്യാസം? അങ്ങനെ രണ്ടിലും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം മുഴുവൻ കാണിക്കും. മിനറൽ കോർട്ടിക്കോയിഡ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം എന്തിൽ മാത്രം കാണിക്കുള്ളൂ? പ്രൈമറിൽ മാത്രം കാണിക്കുള്ളൂ. സെക്സ് സ്റ്റിറോയിഡ് രണ്ടും കാണിക്കും. ACTHൻ്റെ കൂടിയതിൻ്റെ പ്രശ്നം എവിടെ കാണിക്കുള്ളൂ? പ്രൈമറിൽ മാത്രം കാണിക്കുള്ളൂ, സെക്കൻഡറിയിൽ കാണിക്കില്ല. അപ്പോൾ സെക്കൻഡറിയിൽ കോർട്ടിസോൾ എന്ത് വരണം? സെക്കൻഡറിയിലും കോർട്ടിസോൾ കുറയും, പക്ഷേ അതിൻ്റെ ഒപ്പം ACTHും കുറയും. മറ്റോടത്ത് എന്താ? കോർട്ടിസോൾ കുറയുന്നു, പക്ഷേ ACTH കൂടും. ഇങ്ങനൊരു കണ്ടീഷൻ കണ്ടാൽ നമ്മളെങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും? നമുക്ക് ഒരു സസ്പീഷൻ വന്നു, ഹൈപ്പോഗ്ലൈസിമിക് ഹൈപ്പർനാട്രിമിക് ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ നമുക്ക് സസ്പീഷൻ വന്നു, അഡിസനാണ്. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡു ദി ഫാസ്റ്റിംഗ് കോർട്ടിസോൾ. ഫാസ്റ്റിംഗ് കോർട്ടിസോൾ നോക്കി, ഇറ്റ് ഇസ് ലെസ് ദാൻ 3 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണെന്നിരിക്കുക. നമുക്ക് എന്താ പറയുക? കൺഫേം ആയിട്ട് പറയാം ദർ ഇസ് അഡിസൺ, അല്ലെങ്കിൽ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയും. ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 20 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ, ATM കോർട്ടിസോളാണ് നമ്മൾ സാധനം നോക്കുക. അപ്പോൾ 20 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ കൂടുതൽ കാണേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ റൂൾ ഔട്ട് അഡിസൺ. ഓക്കെ, ഇനി 3ക്കും 20ക്കും ഇടയിലാണെന്നിരിക്കുക. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി നീഡ് ടു ഡു എ സ്റ്റിമുലേഷൻ ടെസ്റ്റ്. 250 മൈക്രോഗ്രാം ഓഫ് സിന്തറ്റിക് ACTH നമ്മൾ ഇവർക്ക് കൊടുക്കും, ഐദർ IM ഓർ IV. എന്ത് ചെയ്യും? വിൽ മെഷർ ദി കോർട്ടിസോൾ അറ്റ് 30 minutes ആൻഡ് 60 minutes. ഇതിലേറ്റവും ഹയസ്റ്റ് വാല്യൂ എടുത്ത് നോക്കും. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വാല്യൂ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 18 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ, നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ റൂൾ ഔട്ട് അഡിസൺ. ഇറ്റ് ഇസ് ലെസ് ദാൻ 18, ACTH കൊടുത്തിട്ടും 18 താഴെയാണ്, നമുക്ക് എന്ത് പറയാം? വി ക്യാൻ കൺഫേം അഡിസൺസ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ACTHൻ്റെ ഇതല്ല ഇവിടെ വരുന്നത്, അപ്പോൾ സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ ACTH കൊടുത്തിനെ കൂടി കാണിക്കേണ്ടതെന്ന് വരികയും. അങ്ങനെയല്ല, ഇപ്പോൾ കുറേ പ്രൊലോങ്ഡ് ടൈമിലേക്ക് ഈ ACTH വരാണ്ട്, സെക്കൻഡറിൻ്റെ കാര്യത്തിൽ ACTH വരാണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഈ അഡ്രിനൽ സെൽസ് മുഴുവനും അട്രോഫിക് ആയിട്ട് പോകും. അപ്പോൾ ഇത് ACTHന് റെസ്പോണ്ട് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലായിട്ട് ACTH സെക്കൻഡറിയിൽ കൊടുത്താലും ഇവിടെ എന്ത് വരില്ല? ഇവിടെ ഗ്ലാൻഡ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിസീസ് കൺഫേം ചെയ്യാം. ഇനി മാനേജ്മെൻറ്റ് എന്താ? മാനേജ്മെൻറ്റ് ഈസ് ഓറൽ ഹൈഡ്രോകോർട്ടിസോൾ. എങ്ങനെ കൊടുക്കണം? നമ്മൾ ഡയഗണൽ വേരിയേഷൻ കൊടുക്കണം. മോർണിംഗിലല്ലേ ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ രാവിലെ ഒരു 10 mg, ഉച്ചയ്ക്ക് ഒരു 5 mg, വൈകിട്ട് ഒരു 5 mg.